കാര്യമായിട്ട് 3 കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത്. ഒന്ന്, സർക്കാരിന് സ്വകാര്യ വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം നടത്താവോ, അതാണ് ആദ്യത്തെ. രണ്ടാമത്തെ കാര്യം, നേരത്തെ ഒരുപാട് പ്രൊസീഡിങ്സ് ഇതിലുണ്ടായിട്ടുണ്ട്. വഖഫ് ബോർഡ് ഈ വസ്തു മുൻപത്തെ ഈ തർക്കപ്പെട്ട വസ്തു വഖഫാണെന്നും പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് പറവൂർ സബ് കോടതി ഈ വസ്തു വഖഫാണെന്ന് പറഞ്ഞിരുന്നു. അത് പിന്നെ ഹൈക്കോടതി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ സർക്കാർ തന്നെ ഈ നോട്ടിഫിക്കേഷനിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. വഖഫ് നിയമപ്രകാരം വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല. വിൽക്കണമെങ്കിൽ വഖഫ് ബോർഡിൻ്റെ മുൻകൂറായിട്ടുള്ള സമ്മതം വേണം. അങ്ങനൊരു സംഗതി ഇല്ല എന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് ഈ കേസിൽ. അപ്പോൾ സമ്മതമില്ലാതെ വഖഫ് ഭൂമി കൈമാറ്റം ചെയ്താൽ അത് അസാധുവാണ്. അവിടെ താമസിക്കുന്നവർ അല്ലെങ്കിൽ വസ്തു കൈവശം വെച്ചിരിക്കുന്നവർ, അതിൽ പലരും റിസോർട്ട് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ അനധികൃതമായിട്ട് ഈ വസ്തു കയ്യിൽ വെച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത്. ഇതാണ് ഹൈക്കോടതി ഉത്തരവിൻ്റെ രത്നച്ചുരുക്കം. കോടതി നിയമപ്രശ്നം മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. ഈ ഉത്തരവ് നിയമവിരുദ്ധമാണോ അതോ നിയമപ്രകാരമാണോ? കോടതി അത് നിയമവിരുദ്ധമാണെന്ന് കണ്ടു. അതിന് പറയുന്നത് പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നേരത്തെയുള്ള പ്രൊസീഡിങ്സും നടപടികളും ഉത്തരവുകളും ഒന്നും പരിഗണിച്ചിട്ടില്ല. ഉത്തരവിലാണെങ്കിൽ അത് വഖഫ് ഭൂമിയാണെന്ന് സമ്മതിക്കുന്നുമുണ്ട്. പിന്നെ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ആണ് ഈ ഉത്തരവ് ഇറക്കിയത്, അല്ലാതെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. ജുഡീഷ്യൽ കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ പൊതു താല്പര്യത്തിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇത്രയും കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. പ്രധാനമായിട്ട് കോട്ട് ചെയ്തിരിക്കുന്നത്, ഒന്ന്, സുപ്രീം കോടതിൻ്റെ 2 വിധികളുണ്ട്. അതിൽ പറയുന്നത് ഈ അപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് വേണം. അതായത് എല്ലാ രേഖകളും പരിശോധിക്കണം ഇതിനെ സംബന്ധിച്ചുള്ള. അതുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ സത്യവാങ്മൂലത്തിൽ സർക്കാരിൻ്റെ പറഞ്ഞത് അവിടെ ക്രമസമാധാന നില തകരും, കുറേ ആൾക്കാർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്, സമരം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ കമ്മീഷനെ നിയമിച്ചെന്നാണ് അവരുടെ അഫിഡവിറ്റിൽ പറഞ്ഞത്. പക്ഷെ ഇത് ഓർഡറിലില്ലാത്തൊരു കാര്യം അഫിഡവിറ്റിലോ അല്ലെങ്കിൽ എതിർ സത്യവാങ്മൂലത്തിലോ പറഞ്ഞ് ഓർഡറിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് സുപ്രീം കോടതി വിധി കോടതി ചൂണ്ടിക്കാണിച്ചത്.